ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ജയശ്രീയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായി സ്പെയിനിലേക്ക് പോകുന്ന ഒരു യാത്രയാണ്. തുടക്കമാണ് ഈ കാണുന്നത്. എല്ലാവരുടെയും മുഖത്തെ സന്തോഷം കണ്ടോ? കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് വീണ് കിട്ടിയ ഒരു ദിവസമാണ് ഇത്. എല്ലാവരും ഞങ്ങൾക്ക് ഫ്ലൈറ്റ് 6:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ എയർപോർട്ടിലെത്തി, കറക്റ്റ് സമയത്തെത്തി. പിള്ളേരും ഭർത്താക്കന്മാരും ഒന്നുമില്ലാതെ ആദ്യമായിട്ടുള്ളൊരു യാത്രയാണിത്. ഞങ്ങൾ എന്തായാലും അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ലണ്ടൻ ഗാറ്റ്വിക്ക് എയർപോർട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് ഇതിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തേക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും ഇരുന്നു. അപ്പോൾ റെജീനയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം, അതും സാധിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ ചെക്ക് ഇൻ പരിപാടിയിലേക്ക് കിടന്നു. പതിവ് പോലെ ചെക്കിനെല്ലാം കഴിഞ്ഞതിന് ശേഷം കാണുന്ന സാധനങ്ങളെല്ലാം നോക്കി നടപ്പിലായി. അടുത്ത പരിപാടി എന്തെടുക്കണം എന്നൊന്നും അറിയത്തില്ല, ചുമ്മാ ചുറ്റിക്കറങ്ങുവാണ്. സകലമാന ബ്രാൻഡുകളും ചെക്ക് ചെയ്തു. എന്നാലൊരു ഗ്ലാസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് നോക്കി ജയശ്രീ ട്രൈ ചെയ്യുകയാണ്. പക്ഷേ വില കണ്ട് പെട്ടെന്ന് അവിടെ തിരിച്ചു വെക്കും. അടുത്തതെടുക്കും, വില നോക്കും, തിരിച്ചു വെക്കും. ഇത് തന്നെ ഒരു റുട്ടീൻ തിങ് ആണല്ലോ, അതിലും ഉണ്ടല്ലോ ഒരു ഫണ്ണ്. അങ്ങനെ അവിടെ എല്ലാം കിടന്നു. ഞങ്ങൾ ഫ്ലൈറ്റ് ഡിലേ ആയിപ്പോയായിരുന്നു. ഞങ്ങൾ കറക്റ്റ് സമയത്തിന് ഓടി ചെല്ലുമായിരുന്നു. അപ്പോൾ ഞങ്ങളെ വലിച്ചു കയറ്റി അകത്തോട്ട്. അങ്ങനെ ഞങ്ങൾ ജെറ്റ് ഹോളിഡേയ്സ് വഴിയാണ് പോയത്. ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു വ്യൂ ഫ്ലൈറ്റിൽ നിന്ന് പകർത്താൻ പറ്റി. അങ്ങനെ ഞങ്ങൾ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. ആകാശത്തിൻ്റെ എന്തോ ആനന്ദം. കുറച്ച് സമയത്തിന് ശേഷം ആരുടെയും അനക്കം അതിനകത്തില്ലായിരുന്നു. എല്ലാവരും ഞങ്ങൾ 2 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് എല്ലാവരും ക്ഷീണമായിരുന്നു. ഫ്ലൈറ്റ് കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പം എല്ലാവരും കിടന്ന് നല്ല ഉറക്കം ഉറങ്ങി. 2-2.25 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ. ഭയങ്കര രസമായിരുന്നു. മേഘങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ പോകുന്നത് കാണുമ്പം നല്ല നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആയിരുന്നു അത്. എന്ത് രസമാണെന്ന് നോക്കിക്കേ, തൊട്ട് നോക്കാൻ തോന്നും. ഞങ്ങൾ റിയൂസ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലാണ് എത്തിയത്. അവിടെ ചെക്ക് ഇൻ പ്രോസസ്സിന് വേണ്ടി ക്യൂ ഉണ്ടായിരുന്നു. കുറേ ലോങ് ക്യൂ ആയിരുന്നു അവിടെ. അപ്പോൾ റഗ്ബി കളിയുടെ എന്തോ മത്സരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ആൾക്കാർ അതിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ കുറേ നേരം ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു, ചുമ്മാ ഫ്രണ്ട്ലി ടോക്ക്. അവരെ ഞങ്ങൾ കളി കാണാൻ വേണ്ടി വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഞങ്ങൾ ചെന്ന ഏരിയയുടെ അടുത്ത് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് പക്ഷേ അങ്ങനെ പോകാനായിട്ടുള്ളൊരു സമയം സെറ്റാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പോയില്ല. ഇവിടെ വരെ ക്യാമറ അനുവദിച്ചുള്ളൂ, അതിനകത്തേക്ക് ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അവിടെ നിന്ന് ഞങ്ങളെ ബസ്സിനാണ് ഞങ്ങളുടെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് കൊണ്ടുപോയത്. അപ്പം ഞങ്ങളെല്ലാവരും അതിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ കുറേ നേരം അതിലിരുന്നിട്ടും ആരും ആ ബസ്സിലേക്ക് വന്നില്ല. പതുക്കെ നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങി, ഇവരെവിടെ പോയെന്ന് വിചാരിച്ച്. അപ്പം എല്ലാവരുടെയും ടെമ്പർ പോകാൻ തുടങ്ങി, വിശക്കാനും ഒക്കെ തുടങ്ങിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ബസ്സുകാരോട് ചോദിച്ചപ്പോൾ അവർ കുറച്ച് സമയം കൂടെ ഒന്ന് പേഷ്യൻ്റായിട്ടിരിക്കാൻ പറഞ്ഞു. പക്ഷേ അതിന് ശേഷം വണ്ടി നിറയെ ആൾ വന്നു. അങ്ങനെ വണ്ടി ഞങ്ങളെയും കൊണ്ട് പോയി. എല്ലാവരും അതിനകത്തിരുന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തമാശയൊക്കെ പറയുകയും ചിരിക്കുകയും ഒക്കെ ആയിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ 1 മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്തില്ല എന്ന് തന്നെ പറയാം. ജയശ്രീ ഗ്ലാസ്സൊക്കെ വെച്ച് കൂളായിട്ടിരിക്കുന്നു. പ്രിയതേണ്ടിങ്ങനെ കിറങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കുന്നു. റിജി അടുത്തതെന്ത് എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. നമ്മൾ ഓരോ പ്ലാനും ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ ദിവസത്തേക്കും. അപ്പം ഹോപ്പ്ഫുള്ളി അതെല്ലാം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ തന്ന ഒരു ലീഫ്ലെറ്റാണിത്, കോസ്റ്റ ഡൊറാഡോ എക്സ്പീരിയൻസസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനകത്ത് അവിടെയുള്ള എന്തൊക്കെ സംഭവങ്ങൾ കാണാനുണ്ട് എല്ലാം ഉണ്ടായിരുന്നു, ഒരു ഡീറ്റെയിൽഡായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലല്ല, അതിന് മുമ്പുള്ളൊരു ഹോട്ടൽ. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ, H10 സെലോറസ് പാലസ്.
നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. അത് എന്താ പറയുക 4 സ്റ്റാർ ഹോട്ടലായിരുന്നു. പെട്ടിയെല്ലാം ഇറക്കി തന്നു. ഞങ്ങൾ അവിടുന്ന് കളക്ട് ചെയ്ത് റിസപ്ഷനിൽ ക്യൂ ഉണ്ടായിരുന്നു, അവിടെ നിൽക്കുകയാണ്. ഒത്തിരി ഇന്ത്യൻസിനെ ഒന്നും കണ്ടില്ല. അതൊരു സ്ട്രേഞ്ച് ഫീലായിട്ടാണ് തോന്നിയത്. കൂടുതലും ഫോറിനേഴ്സ് തന്നെയായിരുന്നു. വെള്ളക്കാരായിരുന്നു കണ്ടത്. വളരെ കുറച്ച് 1-2 പേരെ അങ്ങോട്ടേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഇന്ത്യൻസിനെ ആയിട്ട്. സാധാരണ ഒരിക്കലും അങ്ങനെയല്ലല്ലോ, എവിടെ പോയാലും കുറേ മലയാളികളെങ്കിലും കാണുന്നതാണ്. പക്ഷേ ഇവിടെ കണ്ടില്ല. ഇവിടെ അത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാനായിട്ട് ഒരു റൂം ഞങ്ങൾക്ക് 2 റൂമാണ് തന്നത്. ഒരു റൂം റെഡിയായിരുന്നു, മറ്റേ റൂം വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ കിട്ടിയ സ്ഥലമായിരുന്നു അത്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇത് എൻ്റെയും ജയശ്രീയുടെയും റൂമാണ്. 2 ബെഡ് ഉണ്ടായിരുന്നു. നല്ല ഫെസിലിറ്റി, സാധാരണ ഒരു ഹോട്ടൽ റൂം. നല്ല സൗകര്യത്തോടു കൂടിയുള്ള മുറിയായിരുന്നു. ഒരു പുറത്ത് നമുക്കിരിക്കാനും ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇവിടെ കസേരയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കൂടുതൽ സമയം അവിടെ ഒന്നും ഇരുന്നില്ല. ഞങ്ങൾ കറക്കവും തെണ്ടിത്തിരിയിലുമായിരുന്നു സത്യം പറഞ്ഞു. അപ്പോൾ ജയസിനെ കളിയാക്കാൻ വേണ്ടി അതിനകത്തൊരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് സ്പെഷ്യലാണെന്നൊക്കെ പറയുകയാണ് പ്രിയ. അവരുടെ റൂമാണോ ഞങ്ങളുടെ റൂമാണോ വലുതെന്ന് നോക്കുക. കൊച്ചു കള്ളി. ഞാൻ ചുമ്മാ അതിനകം എല്ലാം ഒന്ന് വീഡിയോ എടുക്കുമായിരുന്നു. ഇതാണ് അവരുടെ റൂം കിട്ടിയത്. അവർക്ക് 2 ബെഡ്റൂമും 2 ബെഡും പിന്നെ ചെറിയ 2 ബെഡും ഉണ്ടായിരുന്നു. എല്ലാവരുടെ സന്തോഷം കണ്ടോ? മദ്യം പറഞ്ഞ് ആഹ്ലാദിക്കുകയാണ്, സുഹൃത്തുക്കളെ ആഹ്ലാദിക്കുകയാണ്. ജയശ്രീയൊക്കെ കമന്ന് കിടക്കുന്നു, മലന്ന് കിടക്കുന്നു. 4 പേരും കാലും കയ്യും എല്ലാം പൊക്കി കിടന്ന് കളിക്കുന്നു. സാധാരണ രീതിയിൽ എവിടെ പോയാലും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവരുടെ പുറകെ നടക്കും. ഇപ്രാവശ്യം അങ്ങനെ ഒരു സംഭവം ഇല്ലാഞ്ഞതുകൊണ്ട് ശരിക്കും ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇതാണ് നമ്മുടെ റൂമിൻ്റെ പുറത്തെ വ്യൂ. തൊട്ടടുത്തായിട്ട് ഒരു കടത്തീരവും കാര്യങ്ങളുമൊക്കെ ഉണ്ട്, ഷോപ്പിംഗ് പ്ലേസസ്. അത്യാവശ്യം ഈ ഹോട്ടലിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂള്, ജാക്കൂസി, അങ്ങനെ അതിനകത്ത് തന്നെ ഒരു ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെക്കിനും കാര്യങ്ങളും റൂമിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പുറത്ത് പോയിട്ട് വന്നു. അപ്പം അവിടെ താഴെ ഡ്രിങ്ക്സൊക്കെ കൊടുക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോയി. ഇത് പുറത്ത് പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. ദൈവമേ, മുഴുവൻ സ്വീറ്റ്സ്. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കാണുമായിരുന്നു. ഓരോ ഇങ്ങനെ ബൗളിനകത്തും ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വീറ്റ്സ്. പക്ഷെ അധികം ആൾക്കാരെ അതിനകത്ത് കണ്ടില്ല വാങ്ങിക്കാനായിട്ട്. എങ്കിലും കാണാൻ ഭയങ്കര രസമായിരുന്നു. ഒരു കട മുഴുവനും ഇതുപോലെ സ്വീറ്റ്സ് വെച്ചിരിക്കുക. നമുക്ക് എന്ത് രസമാണെന്ന്. പിള്ളേരെ കൊണ്ട് പോയാൽ ചിലപ്പോൾ പിള്ളേർ അതിനകത്തൊന്നും കയറിയെന്ന് വരത്തില്ല. കൊണ്ടുപോകാഞ്ഞത് നന്നായി. ഞങ്ങളെല്ലാവരും അതിനകത്തൊന്ന് കയറി ഒന്ന് കാണാൻ വേണ്ടി. ഓരോ ഷേപ്പിലാണ് അതുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമായിരുന്നു കാണാൻ. രാത്രിയായപ്പം അതുവഴി നടന്നപ്പോൾ ഇതിനകത്തെല്ലാം ലൈറ്റ്സ് കൂടെ വന്നു. അപ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരുന്നു. ഇത് പകലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തേക്കുന്നത്. ഏത്തക്കാപ്പം പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. കൂടെ ഒരു കുരങ്ങനും ഉണ്ട്, കുട്ടിക്കുരങ്ങനും ഉണ്ട് അവിടെ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പുറത്ത് പോയി. അവിടെയുള്ള റെസ്റ്റോറൻറ്റുകളെല്ലാമാണിത്. എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ഒരാൾ നിന്ന് നമ്മളെ ഇങ്ങനെ മാടി മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. അവരവിടുത്തെ ഓരോ പ്രത്യേകതകളും പറഞ്ഞ് ആൾക്കാരെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി അവർ നിർത്തിയിരിക്കുന്ന ആൾക്കാരാണത്. അവരെ നമ്മുടെ പുറകെ കൂടും. അങ്ങനെ ഒരിടത്ത് ചെന്നപ്പോൾ ഞങ്ങൾ ഈ കോക്ടെയിൽസൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ കണ്ടു. അവിടെ ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു പ്ലേസ്. നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട്. അവിടെ ഒന്ന് കയറണമെന്ന് ഞങ്ങൾ ആദ്യ ദിവസം പോയപ്പോഴേ പ്ലാനിട്ടു. പക്ഷെ എന്തായാലും സാധിച്ചു. കാണാൻ ഭയങ്കര രസമായിരുന്നു. അവിടുത്തെ എന്താണ് ഡ്രിങ്ക്സിൽ 3 ലിറ്റർ, 5 ലിറ്റർ, 8 ലിറ്റർ അങ്ങനെയാണ് തരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഇട്ടിരിക്കും. ഇതിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് അവേ പോയി കുടിക്കാനൊരു മടി. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ എല്ലാം കണ്ട് നോക്കിയിട്ടന്ന് വന്നു. പിന്നെ പതുക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അവിടുത്തെ ഡീൽസ്. അപ്പോൾ പിറ്റേ ദിവസം വരാനൊക്കെ പ്ലാൻ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ പോന്നു. അത് കഴിഞ്ഞ് ചുമ്മാ അവിടെ വേറെയുള്ളൊരു കടയിൽ പോയി. അവിടെ ഈ ഫ്രിഡ്ജ് മാഗ്നറ്റും അല്ലാത്ത ഒത്തിരി സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയായിരുന്നു. വലിയ റീസണബിൾ പ്രൈസായിരുന്നു. എന്തായാലും കുറേ മാലകളും ചെയിൻസൊക്കെ അവർ ഹാൻഡ് മെയ്ഡായിരുന്നു കൂടുതലും.
ബിന്ദു എല്ലാം നോക്കുന്നുണ്ട്. പിന്നൊരു സംഭവം, ഇത് അവിടുത്തെ എല്ലാ കടകളിലും കണ്ടതാണെങ്കിൽ എന്താണ് കഥയെന്ന് പറയാൻ വേല. ദൈവമേ, പല ഷേപ്പുകളിലും പല ഡിസൈനുകളിലും വലുതും ചെറുതും എല്ലാമായി ദേ കിടക്കുന്നു. ഇതാണുങ്ങടെയെങ്കിൽ അപ്പുറത്തെ പെണ്ണുങ്ങടെയുണ്ട്. നോക്ക്, ഇത് കണ്ട് ഞങ്ങൾ കുറേ ചിരിക്കുകയും കമൻറ്റ് പറയുകയൊക്കെ ചെയ്തു. എന്താ കഥ അല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എല്ലാ കറക്കവും കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് വന്നു. വലിയ ഹോട്ടലാണ്, നോക്കിക്കേ എന്ത് രസമാണ്. എൻ്റെ എൻട്രൻസാണിത്. രാത്രി കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അവിടെ ഇരിക്കാനും പുറത്താണേലും നടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ റെസ്റ്റോറൻറ്റിൽ അന്ന് അവിടെ എല്ലാ ദിവസവും ഇതുപോലെ പാർട്ടി ഡാൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്ന് ഈ പുള്ളിക്കാരിയുടെ പാട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങളും കുറേ നേരം ഡാൻസ് ചെയ്തു, അവരെല്ലാവരും ഡാൻസ് ചെയ്തു. ഭയങ്കര രസമായിട്ട് അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ എൻഡ് ചെയ്തു.